അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേക്ക് ചെയ്യാൻ പോകുന്ന കംഫർട്ടിൻ്റെ കിറ്റ്. സെയിം കിറ്റ് തന്നെയാണ് കേട്ടോ നമ്മൾ മുമ്പ് ഒരു പ്രാവശ്യം ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ കിറ്റിനകത്തുള്ളത് എപ്പോഴത്തെയും പോലെ തന്നെ അവരൊരു നോട്ട് വെച്ചിട്ടുണ്ടാവും. ഇതിൽ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ വായിച്ച് നോക്കിയിട്ട് അതേപോലെ ചെയ്യാം. പിന്നെ ഇതിനകത്തുള്ളത് സ്മെല്ല് ഉണ്ട്, പിന്നെ അതിൻ്റെ കൂടെ അതിലാവശ്യമായിട്ടുള്ള കളറുണ്ട്, പിന്നെ കുറച്ചുകൂടി വലിയ ബോട്ടിലായിട്ട് ഒരു വെള്ള മിൽക്കിൻ്റെ ഫോമിലുള്ള ഒരു ലിക്വിഡ് കൂടിയുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ ഇതിൻ്റെ മെയിനായിട്ടുള്ള പൊടിയായിട്ട് തരി പോലെയുള്ളതായി വൈറ്റ് കളറിലുള്ള ഒരു പാക്കറ്റ് കൂടിയുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കംഫർട്ട് ഉണ്ടാക്കി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഇൻഡക്ഷൻ അടുപ്പ് എടുത്ത് വന്നിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മളിതാ ഒരു സ്റ്റീൽ പാത്രം എടുക്കുന്നുണ്ട്. നമ്മളിത് 3 ലിറ്ററിൻ്റെ കിറ്റാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ 3 ലിറ്റർ വെള്ളം എടുക്കണം. ഞാനിവിടെ 3 ബോട്ടിലാക്കിയിട്ടാണ് വെള്ളം അളവ് കറക്റ്റാക്കി എടുത്തിട്ടുള്ളത്. അങ്ങനെ 1 ലിറ്ററിൻ്റെ 3 ബോട്ടിൽ വെള്ളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്കാണ് ആ വലിയ പാക്കറ്റിലുള്ള വൈറ്റ് കളർ പൗഡർ മിക്സ് ചെയ്തേണ്ടത്. അപ്പോൾ നമ്മൾ ഈ വെള്ളത്തിലേക്കാണ് കേട്ടോ ആ വൈറ്റ് പാക്കറ്റിൽ വന്നിരിക്കുന്ന സാധനം ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതായത് കുറച്ച് തരി പോലെയുള്ള, ക്ലിയറായിട്ട് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു, തരി പോലെയുള്ളതാണ്. അപ്പോൾ നമ്മൾ വെള്ളത്തിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. ഈ സമയത്തൊന്നും തന്നെ അടുപ്പ് ഓണാക്കിയിട്ടില്ല കേട്ടോ. നമ്മൾ ഇൻഡക്ഷൻ അടുപ്പ് ഓണാക്കിയിട്ടില്ല. ഓണാക്കാണ്ടാണ് നമ്മൾ വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുക്കുന്നത്. ഇതിട്ട് കൊടുത്തതിൻ്റെ ശേഷം നന്നായി ഒന്ന് ഇളക്കിയിട്ട് പിന്നെയാണ് നമ്മൾ അടുപ്പ് ഓണാക്കി കൊടുക്കുന്നത്. ഇത് തിളയ്ക്കണം എന്നില്ല, നമ്മൾ ഇത് നമ്മൾ വെള്ളത്തിൽ ഇത് നന്നായിട്ട് മിക്സായി കിട്ടുന്നത് വരെ നമ്മൾ വെള്ളം ചൂടാക്കി കൊടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് കട്ടകളൊക്കെ കെട്ടും, പിന്നെ നന്നായിട്ട് എന്തായാലും കുറുകി നമ്മൾ പായസമൊക്കെ പോലെ കുറുകി വരും. കാണുമ്പോൾ ശരിക്കും ഒരു പാൽപ്പായസം എന്നൊക്കെ തോന്നും. ഈ സമയത്തും ചെറുതായിട്ട് നല്ലൊരു സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇതിൽ സ്മെല്ലൊന്നും ചേർത്തിട്ടില്ല, എങ്കിലും ഈ കെമിക്കലിന് തന്നെ ഒരു നല്ല മൈൽഡായിട്ടുള്ളൊരു സ്മെല്ല് വരും. പിന്നെ ഇത് നന്നായിട്ട് അലിഞ്ഞു വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിത് കുറച്ച് റെസ്റ്റ് എടുക്കാൻ വെക്കണം. ഒരു 9-10 മണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി റെസ്റ്റ് ചെയ്തതിൻ്റെ ശേഷം നമ്മൾ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറ്റിയതിൻ്റെ ശേഷമാണ് നമ്മൾ ബാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത്. അപ്പോൾ ഈ ചെറിയ കിറ്റിനകത്ത് വരുന്ന സാധനങ്ങളാണ് നമ്മളിനി ഈ കംഫർട്ടിൻ്റെ ലിക്വിഡിലേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ ചെറിയ വെള്ള ബോട്ടിലിനകത്ത് വരുന്ന ഈ മിൽക്കി ഫോമിലുള്ള ഒരു സംഭവമാണ് ഇതിൻ്റെ 2ാം നമ്പർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാധനം നമ്മൾ റെസ്റ്റ് ചെയ്തതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് ഒഴിച്ച് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷമാണ് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള കളറും സ്മെല്ലും ചേർത്തി കൊടുക്കേണ്ടത്. അപ്പോൾ അത് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ അതിലേക്ക് സ്മെല്ല് ചേർത്തതാണ്. സ്മെല്ല് ഞാൻ ഫുള്ളായിട്ട് തന്നെ ചേർത്തി കൊടുക്കുന്നുണ്ട്. കളർ പക്ഷേ നിങ്ങൾ ആവശ്യത്തിനുള്ളത് ചേർത്തിയാൽ മതി കേട്ടോ. കാരണം അധികം കളർ ഇല്ലാതിരിക്കുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ കാണുന്നുണ്ടാവും കളറ് പാക്കറ്റിനകത്ത് തന്നെ കുറച്ച് ലീക്കൊക്കെ ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ കയ്യിലും നന്നായിട്ട് കളറ് പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനുള്ള കളർ നോക്കിയിട്ട് ചേർത്തി കൊടുക്കുക. ഞാൻ വളരെ കുറച്ച് ബ്ലൂ കളർ കിട്ടുന്ന രീതിയിലാണ് കേട്ടോ കളറിൻ്റെ ലിക്വിഡ് ചേർത്തി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യം നോക്കിയിട്ട് ചേർത്തി കൊടുക്കാം. ബാക്കി മുമ്പ് വാങ്ങിയ കിറ്റിലും എനിക്ക് ബാക്കി കളർ വന്നിട്ടുണ്ടായിരുന്നു. ഇതിലും കുറച്ച് കളർ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി നമ്മളിത് ബോട്ടിലിലേക്ക് മാറ്റിയിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ കംഫർട്ടിൻ്റെ ബോട്ടിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഞാൻ കളക്ട് ചെയ്ത ബോട്ടിലുകളാണ്. അതിലേക്ക് നമ്മൾ വീട്ടിൽ തയ്യാറാക്കിയത് ഒഴിച്ച് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. പുതിയ വീഡിയോ ആയിട്ട് വരാം.